ഹൈ ഡൈവിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് സമാപനം. ബഹ്റൈനിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ റുമാനിയൻ താരം കോൺസ്റ്റാന്റിൻ പോപ്പോവിച്ചും വനിതാ വിഭാഗത്തിൽ കനേഡിയൻ താരം മോളി കാൾസണും സ്വർണം നേടി. ബഹ്റൈൻ ആദ്യമായി ആതിഥേയത്വം വഹിച്ച ഹൈ ഡൈവിംഗ് ലോകകപ്പിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നായി 50-ലധികം താരങ്ങളാണ് എത്തിയത്. മത്സര ഇനത്തിന്റെ കടുപ്പം കൊണ്ട് തന്നെ ഹൈ ഡൈവിംഗ് ലോകകപ്പ് ആരാധക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഒളിമ്പിക്സിൽ 10 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് താരങ്ങൾ ഹൈ ഡൈവിംഗ് ചെയ്യുന്നതെങ്കിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ 27 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ജമ്പ് ചെയ്യേണ്ടത്. പുരുഷന്മാരുടെ 27 മീറ്റർ ഹൈ ഡൈവിംഗിൽ മുൻ ലോക ചാമ്പ്യൻ കൂടിയായ റുമാനിയൻ താരം കോൺസ്റ്റാന്റിൻ പോപ്പോവിച്ച് സ്വർണം നേടി. മെഡൽ പ്രതീക്ഷിച്ചിരുന്നുവെന്നും നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. Yes, I'm very happy for today's win. It's not my first win. And you know, in Doha in the World Championships, I didn't make the podium. Yes, of course, you train for it. You expect. So yeah, I train for that. വനിതകളുടെ 20 മീറ്റർ ഹൈ ഡൈവിംഗിൽ കനേഡിയൻ താരം മോളി കാൾസൺ ലോക ചാമ്പ്യനായി. ബഹ്റൈനിലേക്കുള്ള ആദ്യ വരവിൽ തന്നെ ലോക ചാമ്പ്യനാകാൻ കഴിഞ്ഞതിലെ സന്തോഷം മോളി കാൾസൺ മീഡിയ വണ്ണിനോട് പങ്കുവച്ചു. Feeling is amazing, you know, to hit the water and you know you made no splash, coming up, celebrating in Bahrain. It's so special and I can't believe I did that. I honestly did not expect that achievement. I just wanted to do 4 solid dives and to come out on top is the cherry on top. This is my first time here. It's a special memory. This is golden in Bahrain. ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ മെഡൽ വിതരണം ചെയ്തു. അതേസമയം ഇത്തരമൊരു ലോക ഇവന്റിന് ബഹ്റൈൻ വേദിയായതിന്റെ ആവേശത്തിലായിരുന്നു മത്സരം കാണാനെത്തിയ പ്രവാസി മലയാളികൾ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് നടന്നു. സന്തോഷം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കാണുന്നത്. ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആയത് കാരണം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നില്ല. അവിടെ വന്നപ്പോൾ കാണാൻ പറ്റും. വളരെ സന്തോഷം. വേൾഡ് അക്വാട്ടിക്സ് ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടത്തിയ ലോക ചാമ്പ്യൻഷിപ്പ് വലിയ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് അധികൃതർ. So it's the first time that Bahrain is hosting the High Diving World Cup. It is giving excellent exposure for Bahrain as the actual view is the skyline of Bahrain. So now if any footage of any athlete that is jumping from 27 meters, they will know that this is the Kingdom of Bahrain. Incredible event, like a big thank you to Kingdom of Bahrain, Sheikh Khalid, Sheikh Nasser for supporting the events and being patrons. So this is part of a tour, and obviously as World Aquatics we're going to look into extend our relationship with the Kingdom of Bahrain. ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗമായി ഒരു മലയാളിയും ചാമ്പ്യൻഷിപ്പ് സംഘാടകനായി ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഡൈവിംഗ് എന്ന് പറയുന്നത്. സാധാരണ ഒളിമ്പിക്സിൽ 10 മീറ്റേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇത് ഏകദേശം മെന്നിന് 27 മീറ്ററും വുമൺ 20 മീറ്ററും ഹൈറ്റിൽ നിന്നാണ് ജമ്പ് ചെയ്യുന്നത്. നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ. ഓൾസോ നമ്മളൊരു മലയാളിയായിട്ടും ഇവിടെ ബഹ്റൈനിൽ ഇങ്ങനെ ഒരു സംഗതി ഹോസ്റ്റ് ചെയ്യാനും ഇതിലുണ്ടാവാനും സാധിച്ചതിൽ വളരെ സന്തോഷം. 2025 സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള പ്രധാന യോഗ്യതാ മത്സരം കൂടിയാണ് ബഹ്റൈനിൽ വെച്ച് നടന്ന ലോക ഹൈ ഡൈവിംഗ് ചാമ്പ്യൻഷിപ്പ്. ബഹ്റൈനിലെ ഹൈ ഡൈവിംഗ് വേൾഡ് കപ്പ് വേദിയിൽ നിന്ന് ഷെഫി ഷാജഹാൻ, മീഡിയ 1.